മാന്യ സ്നേഹിതർക്ക് വന്ദനം. മലയാളക്കരയിലെ ക്രൈസ്തവ ജനത അല്പമല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം സുപ്രസിദ്ധ സുവിശേഷകൻ ഡോക്ടർ KP യോഹന്നാൻ നിര്യാതനായിരിക്കുകയാണ്. അദ്ദേഹത്തെ ഓർത്ത് എല്ലാവർക്കും പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടി പറയാനാവില്ല. കേരളത്തിലെ ക്രൈസ്തവ ജനതയ്ക്ക് എന്തുകൊണ്ടും KP യോഹന്നാൻ എന്ന വ്യക്തിത്വത്തെ മറക്കാൻ കഴിയില്ല. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊരു ചെറിയ റേഡിയോ ഉണ്ടായിരുന്നു. അതിനെ ഞാൻ നെഞ്ചിലെടുത്തു വെച്ച് രാവിലെ 6 മണി മുതൽ 6:15 വരെ എന്നാണ് എന്റെ വിശ്വാസം, ഈ ദൈവദാസന്റെ വചന ശുശ്രൂഷ ഞാൻ കേൾക്കുമായിരുന്നു. അതെന്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന കാലം ഞാൻ ഡെയിലി കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഞാൻ KP യോഹന്നാൻ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ സംഭാഷണവും അതിനോട് ചേർത്ത് ആത്മീയയാത്രയിൽ പങ്കുചേരൂ എന്നുള്ള 2 വരി പാട്ടും അതിന് ശേഷം വളരെ ഹൃദ്യമായ ഭാഷയിൽ അതിന് ഇണങ്ങുന്ന സംസാരത്തിൽ അദ്ദേഹത്തിന്റെ സംഭാഷണം എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നതിന് സംശയമൊന്നും വേണ്ട. അങ്ങനെ കേരളക്കര ഒരു കാലത്ത് കേട്ടുണർന്നിരുന്നത് ബഹുമാന്യനായ ശ്രീ KP യോഹന്നാന്റെ സുവിശേഷ പ്രസംഗമായിരുന്നു എന്നതിന് ആർക്കും ഇരുപക്ഷമുണ്ടാവില്ല. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ മർത്തോമാ ചർച്ചിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് വടക്കേ ഇന്ത്യൻ സുവിശേഷീകരണത്തിനായി പോവുകയും OM എന്ന സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും അതിലൂടെ വിദേശ വനിതയെ വിവാഹം ചെയ്ത് ശുശ്രൂഷയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് KP. എന്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്ന കാലഘട്ടം ഞാൻ ബൈബിൾ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ബൈബിൾ കോളേജുകളെ കുറിച്ച് പഠനം നടത്തുമ്പോൾ ഏറ്റവും മികച്ച ബൈബിൾ സ്കൂൾ അന്നുള്ളത് KPക്കാണ്. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കിട്ടുക അത്ര എളുപ്പമല്ല. അതുമല്ല, സെരാംപൂർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള ഏറ്റവും മികച്ച കോളേജ്. സെറാംപൂരിന്റെ അംഗീകാരം വേണമെങ്കിൽ തന്നെ വിശാലമായ ലൈബ്രറിയും മറ്റുതര സൗകര്യങ്ങളും അവർക്ക് ആവശ്യമാണ്. എല്ലാ ഫെസിലിറ്റികളും നല്ല രീതിയിൽ വെച്ച് പുലർത്തിക്കൊണ്ട് നടത്തപ്പെട്ട വേദവിദ്യാലയം അദ്ദേഹത്തിനാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ 100 കണക്കിന് ആൾക്കാർ ഇന്ന് കർത്താവിന്റെ വേലയിൽ ലോകത്തെമ്പാടുമുണ്ട് എന്നതിനും ഇരുപക്ഷമില്ല. എന്നാൽ പൊടുന്നനെയാണ് KP യോഹന്നാൻ എന്ന സുവിശേഷകന്റെ പതനം ആരംഭിക്കുന്നത്. എന്റെ വിലയിരുത്തൽ അനുസരിച്ച് നമ്മുടെ ഭാരതം ഒരു 5 വട്ടമെങ്കിലും സുവിശേഷീകരണം നടത്താൻ കഴിയുന്ന അത്ര സമ്പത്ത് ശ്രീ KPയിലൂടെ കേരളത്തിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു മാധ്യമത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് 2000 ഏക്കറോളം ഇന്ന് സഭയ്ക്ക് ആസ്തിയുണ്ട് എന്നാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു സഭയുടെ ആസ്തി അത്രയധികം വർദ്ധിച്ചിരിക്കുന്ന സ്രോതസ് ക്രിസ്തുവല്ലാതെ മറ്റൊന്നല്ല എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. ഇവിടെ അമൃതാനന്ദമയി മഠത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ട്രസ്റ്റും KPയുടെ തന്നെയാണ്. അമൃതാനന്ദമയിക്ക് അത്രയും ഫണ്ട് വരുന്നത് എന്തിനാണ്, എവിടെ നിന്നാണ് എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ഡോക്ടർ KPക്ക് അത്തരത്തിൽ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ വരേണ്ടുന്നതിന്റെ കാരണവും അതിന്റെ ഉദ്ദേശവും ഒക്കെ സുവിശേഷീകരണം തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന ഏകരക്ഷകനെ ഭാരതത്തിൽ ഉടനീളം പരിചയപ്പെടുത്തുക എന്ന അടിസ്ഥാന ഉദ്ദേശം നിലനിർത്തിക്കൊണ്ട് വിദേശത്തുള്ള എല്ലാവരും അയക്കുന്ന ഫണ്ട് തന്നെയാണ് ഈ സമാഹരിച്ച് ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചിരിക്കുന്നതും വലിയ വലിയ സൗധങ്ങൾ പണിതിരിക്കുന്നതും. അവകൾ തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഇടങ്ങളും പണിതുയർത്തിയിരിക്കുന്ന സൗധങ്ങളും അതിനയച്ചിരിക്കുന്ന കാശുകാരുടെ ഉദ്ദേശം എല്ലാം നിർവഹിക്കുന്നതെങ്കിൽ
അതിന്റെ കണക്ക് ഉത്തരവാദിത്വപ്പെട്ടവർ കൊടുക്കേണ്ടി വരും. അതിൽ സംശയമൊന്നും വേണ്ട. ഏതായാലും അധിക കാശ് കുമിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ആ കാശ് നിലനിർത്തുവാനും വാങ്ങിക്കൂടിയ വസ്തുവകകളൊക്കെ നിലനിർത്തുവാനും വേണ്ടി ഒരു എപ്പിസ്കോപ്പൽ സഭാ സംവിധാനം ഉണ്ടാക്കേണ്ടുന്ന നിർബന്ധം അദ്ദേഹത്തിന് വരികയും അങ്ങനെ അദ്ദേഹം പതിയെ എന്ന് പറയാനൊക്കില്ല, വളരെ വേഗത്തിൽ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിന് വിരുദ്ധമായ ഒരു സംവിധാനത്തിലേക്ക് ചെന്നുവിടേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം അതിന്റെ മെത്രോപ്പൊലിത്തയായി മാറി. പിന്നീട് അങ്ങോട്ട് വചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു നെട്ടോട്ടമാണ് അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞത്. ഞാൻ ഓർപ്പിച്ചു, ശുശ്രൂഷയുടെ ആദ്യ ഘട്ടങ്ങളിൽ സുവിശേഷം അറിയിക്കുക എന്ന അടിസ്ഥാന ഉദ്ദേശം നിലനിർത്തിക്കൊണ്ട് 100 കണക്കിന് പുസ്തകങ്ങൾ എഴുതിയതൊക്കെ പിൽക്കാലത്ത് പുള്ളിക്ക് ഒരു പ്രയാസമായി തോന്നിയെന്നാണ് ഗ്രഹിക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ കേരളത്തിൽ വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും സുവിശേഷത്തിന്റെ അഗ്നി കത്തിച്ചിട്ടുണ്ട് എന്നതിന് സംശയമൊന്നുമില്ല. എന്നാൽ കാലാന്തരത്തിൽ സമ്പത്തിന്റെ വർധനവ്, അവകളെ നിലനിർത്തുവാൻ ആവശ്യമായ മറ്റുതര രാഷ്ട്രീയ ഇടപെടലുകളും ഭരണഘടനാപരമായ സംവിധാനങ്ങളിലെ വ്യത്യാസവും വരുത്തേണ്ടി വന്നപ്പോൾ തിരുവെഴുത്തിൽ നിന്ന് അതിയാൻ ഒരുപാട് പുറത്തേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ പ്രസ്ഥാനം ഉയർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ പണിത് വന്നപ്പോൾ അത് വേദപുസ്തകത്തിന് പുറത്തായി പോയി എന്നതാണ് ഖേദകരമായ കാര്യം. മർത്തോമാ സഭയിൽ നിന്ന് കർത്താവിന്റെ മുഖം കണ്ട് സുവിശേഷ താല്പര്യം ജനിച്ചിട്ട് ആ ദാഹത്തോടെ ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ അതിൽ നിന്ന് മുൻപിലേക്ക് കുതിച്ച് താൻ ഏറ്റെടുത്ത ഉദ്യമം ചെയ്തു തീർക്കേണ്ടതിന് പകരം താൻ എടുത്തു ചാടിയ സഭയിൽ നിന്നും വളരെ പുറകിലേക്ക് പോയി അദ്ദേഹത്തിന് മരിക്കേണ്ടതായി വന്നിരിക്കുന്നു. ഇതാണ് ഖേദകരമായ കാര്യം. പൗലോസ് യഹൂദമതത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനായി താൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് എന്റെ ഓട്ടം എനിക്ക് ഫിനിഷ് ചെയ്യണം. അടുത്ത ദൈവകൃപ എനിക്ക് നൽകിയിരിക്കുന്ന സുവിശേഷീകരണം എനിക്ക് പൂർത്തിയാക്കണം. അപ്പോൾ എന്റെ ഓട്ടം എനിക്ക് വിശ്വസ്തയോടുകൂടി തീർക്കണമെന്നും കർത്താവ് എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് പൂർത്തീകരിക്കണമെന്നുമുള്ള ആവേശത്തോടു കൂടിയാണ് പൗലോസ് ഓടിയതെങ്കിൽ എന്തു നോക്കി ഇറങ്ങിത്തിരിച്ചുവോ, എന്തായിരുന്നോ ഉദ്ദേശം, അത് ചെയ്തെടുക്കുവാൻ കേരളക്കരയിൽ കർത്താവ് KP അഭിഷേകം ചെയ്തു എന്നതിന് സംശയമൊന്നും വേണ്ട. പക്ഷേ ആ അഭിഷേകം അധിക നാൾ നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ദൈവം വിശ്വസ്തനെന്നെണ്ണി അദ്ദേഹത്തിന്റെ കയ്യിൽ ഭരമേൽപ്പിച്ച ശുശ്രൂഷ ഭാരതത്തിൽ എന്നല്ല കേരളത്തിൽ പോലും വിശ്വസ്തയോടെ ചെയ്തു തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തിരുവല്ലയിൽ പോലും അത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. കഴുതയുടെ പുറകെ നടന്നിരുന്ന ശൗലിനെ ദൈവം വിളിച്ചുകൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് ഇസ്രായേലിലെ പ്രഥമ രാജാവാക്കി അവരോധിക്കുമ്പോൾ അദ്ദേഹത്തിൽ ഒരു വലിയ പ്രതീക്ഷ കർത്താവിനുണ്ടായിരുന്നു. ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എന്ന് പറയത്തക്ക വിധത്തിൽ ശൗലിനെ കർത്താവ് അഭിഷേകം ചെയ്ത് രാജാവും പ്രവാചകനുമൊക്കെ ആക്കി വച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രാരംഭ ദശയിലെ ആ ഉഷാറൊക്കെ നമുക്കറിയാം. വളരെ ഗൗരവത്തോടുകൂടി യുദ്ധങ്ങളെ നേരിടുന്ന ഒരു രാജാവ്. കാലം കുറച്ച് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ അകത്ത് പിശാച് കടന്നു എന്നാണ് പറയുന്നത്. അയാൾ ഇരിക്കെ തന്നെ കർത്താവിന് രണ്ടാമത്തെ രാജാവിനെ അഭിഷേകം ചെയ്ത് കൊണ്ടുവരേണ്ടതായി വന്നു. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു രാജാവായി ശൗൽ അധപ്പതിക്കുന്നു. ശൗൽ രണ്ടാമത്തെ രാജാവായ ദാവീദിനെ ഒടുക്കിക്കളയുവാൻ ആവോളം ശ്രമം നടത്തുന്നു. അയാളെ തിരിച്ചൊന്നും ചെയ്യാൻ തയ്യാറാകാതെ ദാവീദ് ഒഴിഞ്ഞൊഴിഞ്ഞു മാറുന്നു. ഏറ്റവും ഒടുവിൽ ശൗൽ ആത്മഹത്യ ചെയ്തു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ആത്മഹത്യ ചെയ്ത ശൗലിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടൊരു അമാലേക്യൻ
ശൗലിന്റെ മരണവിവരം അറിയിക്കുവാൻ ദാവീദിന്റെ അടുക്കലേക്ക് എത്തുകയാണ്. അയാൾ വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ശൗൽ എന്നോട് ആവശ്യപ്പെട്ടു അവനെ കൊന്നുകൊടുക്കാൻ, ഞാൻ അവനെ കൊന്നു എന്ന് പറയുമ്പോൾ ദാവീദ് ചോദിക്കുകയാണ്, നീ ആര്? അവൻ പറഞ്ഞു, ഞാനൊരു അമാലേക്യൻ. അമാലേക്യനെ കൊന്നുകളയാൻ പറഞ്ഞിട്ട് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവിന്റെ മരണം ഓർത്ത് വിലപിക്കുന്ന ദാവീദിന്റെ കരച്ചിൽ നമുക്ക് ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ കാണാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായേലേ, നിന്റെ പ്രതാപമായവർ ഇസ്രായേലിന്റെ ഗിരികളിൽ പട്ടുപോയതെങ്ങനെ? വീരന്മാർ പട്ടുപോയതെങ്ങനെ? അപ്പൊ ഇസ്രായേൽ ഗിരികളുടെ പ്രതാപമായിരിക്കേണ്ടുന്നവർ അതേ ഗിരികളിൽ തന്നെ നിഖതന്മാരായിരിക്കുന്നു. വീരന്മാർ പട്ടുപോയതെങ്ങനെ? മലയാളക്കരയിൽ മാത്രമല്ല, ഭാരതത്തിലുടനീളം സുവിശേഷീകരണത്തിന്റെ അഗ്നി കൊളുത്തുവാൻ അഭിഷേകം ചെയ്ത് ദൈവം തിരഞ്ഞെടുത്ത് വിശ്വസ്തനെന്നെണ്ണി ആക്കി വെച്ച ബഹുമാനപ്പെട്ട KP ദാരുണമായി യാത്ര ചെയ്യേണ്ടി വരികയാണ്. പരാജിതനായി മടങ്ങേണ്ടി വരികയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മരണ രീതി അല്ല പറയുന്നത്. ഒരു അപകടം സംഭവിച്ചാണ് അദ്ദേഹം മരിച്ചത്, ഞാൻ അതല്ല പറയുന്നത്. അത് ആർക്കും എപ്പോഴും സംഭവിക്കാം. റോഡിൽ യാത്ര ചെയ്യുന്ന നമുക്കൊക്കെ ഏത് സമയത്തും ഒരു ആക്സിഡന്റും അതിലൂടെയുള്ള മരണവും ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും പ്രാകൃതനായി മുടിയും നീട്ടി വളർത്തി ഒരു വല്ലാത്ത രീതിയിൽ ശരിക്കും അദ്ദേഹം ഒരു 10-30 കൊല്ലം പുറകിൽ അല്ലെങ്കിൽ 40 കൊല്ലം പുറകിൽ പ്രസംഗിച്ചിരുന്ന അത്ര ഉന്മേഷത്തോടുകൂടി ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കഴിയാതെ ഏതോ ഒരു നുകം പിടിച്ച് ചുമലിൽ വെച്ച മട്ടിന് അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിൽ പരാജയമടയേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ കഴുതയുടെ പുറകെ നടന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം പോലും അനുഭവിക്കാൻ കഴിയാതെ ശൗലും പിള്ളേരും ഗിൽബോവ പർവ്വതത്തിൽ പ്രാണനെ ഒടുക്കേണ്ടതായി വന്നു എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനൊരു ദാരുണാന്ത്യമല്ല അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടിയിരുന്നത്. വചനം പറഞ്ഞിരുന്നത് അനുസരിച്ച്, ദൈവം നൽകിയ നിയോഗം അനുസരിച്ച് ആ മനുഷ്യൻ മുൻപിലേക്ക് പോയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരവസാനമല്ല ഈ മനുഷ്യൻ ഉണ്ടാകേണ്ടിയിരുന്നത്. ഒരുപാട് ലക്ഷക്കണക്കിന് ജനത്തെ കർത്താവിന് വേണ്ടി നേടി, കർത്താവിന് വേണ്ടി കൃപയിൽ നിർത്തി, അവരോടൊക്കെ സാക്ഷ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു നല്ല യാത്രയായിപ്പാണ് ഈ മനുഷ്യന് ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ എല്ലാം തച്ചുടച്ചിരിക്കുന്നു. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവാൻ തിരുവെടുത്ത് പരാമർശിക്കുന്നത് പോലെ നമുക്കും KPയെ ഓർത്തുകൊള്ളുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ ആരംഭിച്ച സഭയുടെ ആദ്യത്തെ രീതിയൊക്കെ ഒരുവിധം വചനപ്രകാരം തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അതിന്റെ പോക്ക് വല്ലാത്ത രീതിയിലായി പോയി. എന്നെ ഏറ്റവും വിഷമിപ്പിച്ചത് അസംബ്ലീസ് ഓഫ് ഗോഡിലെ പ്രഗത്ഭനായിരുന്ന ഒരു ശുശ്രൂഷകനായിരുന്നു പാസ്റ്റർ PD ജോൺസൺ. അദ്ദേഹത്തിന്റെ തലമുറ പോലും ഉപദേശാധിഷ്ഠിത സംഘടനയിൽ നിൽക്കാതെ KPയുടെ കൂടാരത്തിൽ അഭയം തേടേണ്ടതായി വന്നു. ഇന്ന് അവിടുത്തെ ഏതോ ഒരു പ്രസ്ഥാനത്തിന്റെ ഹെഡായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. ലോകമെമ്പാടും ഓടി നടന്ന് പ്രസംഗിച്ച പാസ്റ്റർ PD എല്ലാവരും ഓർക്കുന്ന മലയാള ക്രൈസ്തവ ജനതയ്ക്ക് മറക്കാനാവാത്തൊരു വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ തലമുറയെയും KPയിലൂടെ തന്നെ വചനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നത് നമ്മൾ ഗ്രഹിക്കുമ്പോൾ പിശാച് ക്രൈസ്തവ ശുശ്രൂഷകരെ നശിപ്പിക്കുന്നതിൽ എടുക്കുന്ന എഫർട്ട് എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ സാരം, ദൈവം നമ്മെ വിശ്വസ്തനം എണ്ണി ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുവാൻ ദൈവം സന്നദ്ധനാണ്, ദൈവം തയ്യാറാണ്, ദൈവം അത് ചെയ്യും, ദൈവത്തിനാണ് അതിന്റെ ഉത്തരവാദിത്വം. പക്ഷെ ദൈവം നമ്മുടെ മേൽ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ നമ്മുടേതാണെന്ന് കരുതാനും, ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമ്പത്ത് നമ്മുടേതാണെന്ന് കരുതാനും നമ്മൾ എന്ന് തുടങ്ങുന്നുവോ അന്ന് നമ്മുടെ പതനം ആരംഭിക്കും. പ്രസ്ഥാനങ്ങൾ പണിത് പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും അവകളിലൂടെ സമ്പത്തുണ്ടാക്കുവാനും പേരും പെരുമയും നിലനിർത്തുവാനുമാണ് നമ്മൾ
കിണഞ്ഞു പരിശ്രമിക്കുന്നതെങ്കിൽ, കർത്താവ് നമ്മെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ കഴിയാതെ ശൗൽ പട്ടുപോയതുപോലെ നാമും പട്ടുപോകേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ KP യോഹന്നാന്റെ ജീവിത അവസാനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒന്നുമില്ല എന്ന് പൗലോസ് പറയുന്ന അനുസരിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവ അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ എന്നുമാണ് പറയുന്നത്. അവിടെ പറയുന്ന പദം വളരെ ശ്രദ്ധിക്കുക. നിങ്ങളെ വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവിത അവസാനം ഓർത്ത് അവരെ അനുകരിക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബഹുമാനപ്പെട്ട KP യോഹന്നാന്റെ ജീവിതത്തെ അനുകരിക്കാൻ ഒന്നും തന്നെയില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിത അവസാനം പരാജയം തന്നെയായിരുന്നു. തിരുവെഴുത്തിൽ നിന്ന് പിറകോട്ടുള്ള ഒരു ഘോഷയാത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ പൗലോസ് ലേഖൻ പറഞ്ഞതുപോലെ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് പോലെ KPയെയും നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും. സമ്പത്തിന്റെ ധാരാളിത്വത്തിൽ ഉപദേശങ്ങൾക്ക് പിഴവ് പറ്റി സമ്പത്തുകളെ പിടിച്ചു നിർത്തുവാൻ തിരുവെഴുത്തിനെ ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഇമ്മാതിരി ഒരു ദാരുണാന്ത്യം നമുക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കാൻ ആദ്യ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വരികിലും ഒടുവിലത്തേത് പരാജയമാകയാൽ ആദ്യ പകുതി നമുക്ക് എടുക്കേണ്ടതില്ല എന്നുമാണ് എന്റെ അഭിപ്രായം. ദാവീദ് പാടിയതുപോലെ വീരന്മാർ പട്ടുപോയതെങ്ങനെ. ഇനിയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വീരന്മാർ പട്ടുപോകാതെ നിലനിൽക്കുവാൻ മലയാളക്കരയിലെ ദൈവമക്കൾക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.